ഒട്ടേറെ തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും. ആ ചർച്ചയ്ക്ക് ശേഷം നമ്മൾ സംഘടനാപരമായ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഈ കഴിഞ്ഞ 1.5-2 മാസത്തിനുള്ളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും വന്നിട്ടുള്ള ഒട്ടേറെ പ്രപ്പോസലുകൾ, അതായത് ഒട്ടേറെ നമുക്കുണ്ടാകാൻ പോകുന്ന ദോഷങ്ങളെക്കുറിച്ചും അല്പസ്വല്പം നന്മകളെക്കുറിച്ചുമൊക്കെ വന്നിട്ടുള്ള 3-4 കേസുകളുണ്ട്. അത് എൻ്റെ പക്കലുണ്ട്, അത് വായിക്കും. അതിനുശേഷം നമ്മൾ മന്ത്രിയുമായി ബഹുമാനീയനായ വി.ജെ. ജോസഫും സാറും ഞാനും ഒക്കെ പങ്കെടുത്ത മറ്റുള്ള ട്രേഡ് യൂണിയനൊക്കെ ഉണ്ട്. എല്ലാവരുമായി പങ്കെടുത്ത് ചില തീരുമാനങ്ങളെടുത്തു. ആ തീരുമാനം പൂർണ്ണമായും അംഗീകരിച്ചിട്ടില്ല. നമുക്ക് ഇനിയും ചില പ്രപ്പോസലുകൾ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിരിക്കുകയാണ്. എന്നാലും നമുക്ക് അനുകൂലമായ ഒരു ഉത്തരവ് ഈ അടുത്ത സമയത്തുണ്ടായി. മറ്റൊന്നുമല്ല, നമുക്ക് മിനിമം വേതനം തരും. മിനിമം വേതനം വേജസ് കമ്മിറ്റി, ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇനി മിനിമം വേതനം തന്നേ തീരൂ. അത്തരത്തിലുള്ള ഒരു പ്രപ്പോസൽ, ആ തീരുമാനം മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ എടുക്കുകയും ആ കമ്മിറ്റി പുനഃസംഘടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് വളരെ താമസമില്ലാ തന്നെ അത് പ്രാവർത്തികമായി നിലവിൽ വരും എന്നുള്ള സന്തോഷകരമായ ഒരു വാർത്ത നിങ്ങളെ ആമുഖമായി ഞാൻ അറിയിപ്പിക്കുകയാണ്. നമ്മളിങ്ങനെ വന്ന് യൂണിയൻ്റെ നേതാവായി വരുന്ന ഒരാളല്ല, അതിനൊരു പരിചയം നമുക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള ഓരോ വിധത്തിലുള്ള ജോലി ചെയ്യുന്നവരുടെയും ബുദ്ധിമുട്ടുകൾ കൃത്യമായിട്ട് നമുക്കെല്ലാം മനസ്സിലാവുന്നതാണ്. സ്കൂളിലെ പാചക തൊഴിലാളി എന്ന് പറയുന്നത് എത്രയോ മഹത്തരമായൊരു ജോലിയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു നേരത്തെ കഞ്ഞി അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരം ഒരാളിന് വെച്ചു കൊടുക്കുക എന്ന് പറയുന്നതാണല്ലോ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പുണ്യകർമ്മം എന്ന് പറയാം. സാധനത്തിന് നമുക്ക് പരിപ്പും പപ്പടവും നെയ്യും ചേർത്ത് കഴിക്കുന്നതിനേക്കാൾ സ്വാദാണ് അന്ന്. അപ്പം അതുകൊണ്ട് എങ്ങനെങ്കിലും പോയി അത് കഴിക്കും. ആ ഒരു സ്വാദോടുകൂടി കിട്ടുന്ന, ഉച്ചയ്ക്ക് കിട്ടുന്ന ഒരു ആഹാരം, ആ ആഹാരത്തിനോട് ആ കുഞ്ഞിന് തോന്നുന്ന ഒരു പ്രത്യേകതയുണ്ട്. അതാണ് ലോകത്തെ ഏറ്റവും വലിയ പുണ്യകർമ്മം. ഒരു കുട്ടിക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്ന ജോലി ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ ഭരണാധികാരികൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടവർ. ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിലൊന്നാം സ്ഥാനത്ത് ഒരു ജീവിതം ഉണ്ടാക്കി തരേണ്ടത് നിങ്ങളെപ്പോലെ ഈ സ്കൂൾ പാചക തൊഴിലാളികളായിട്ട് ജോലി ചെയ്യുന്നവർക്കാണെന്നാണ് അടിസ്ഥാനപരമായി എൻ്റെ അഭിപ്രായം. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറേ കാലങ്ങളായി ഇങ്ങനെ കുറേ സഹോദരിമാർ, അമ്മമാർ അങ്ങനെ സ്കൂളുകളിൽ ജോലി ചെയ്ത് കുട്ടികൾക്ക് ആഹാരം കൊടുത്ത് അവിടുത്തെ പാത്രം കഴുകി വെച്ച് ഒന്നും കിട്ടാതെ, ഒരു ന്യായമായ ഒരു കൂലി പോലും കിട്ടാതെ എത്രയോ കാലങ്ങളായി നമ്മൾ ഈ രാജ്യത്തും ഈ സംസ്ഥാനത്തും അതുപോലെ ഓരോ പ്രദേശങ്ങളിലും നിങ്ങളെപ്പോലുള്ള ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ ജോലി ചെയ്ത് എത്രയോ പേർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഒരു സേവനത്തെ, നിങ്ങളുടെ ഒരു ജോലിയെ അതിൻ്റേതായ പ്രാധാന്യത്തോടുകൂടി കാണാനും, നിങ്ങൾ അപ്രകാരം ആഹാരം കൊടുക്കുന്ന കുഞ്ഞുങ്ങൾ നാളുകളിൽ ഈ രാജ്യത്തിൻ്റെ ആരൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് പോലും ചിന്തിക്കാനുള്ള ഒരു പ്രത്യേക താല്പര്യം ഭരണകൂടങ്ങൾക്കുണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഈ ചർച്ചയ്ക്കുള്ള വേദി ഉണ്ടായത്. ഇന്ന് ചർച്ചയ്ക്കുള്ള വേദി ഉണ്ടായതിനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാരണത്തെപ്പറ്റി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നിങ്ങൾ മിനിമം വേജസിൻ്റെ പരിധിയിലായിരുന്നു. നിങ്ങളുടെ വേതനം തീരുമാനിക്കുന്നതിൽ മിനിമം വേതനം കമ്മിറ്റി തീരുമാനിച്ചു കൊടുക്കുന്ന സംവിധാനമാണ് ഉണ്ടായിരുന്നത്. 2016 നിങ്ങളുടെ വേതനം ഏറ്റവും അവസാനമായി മിനിമം വേജസ് ബോർഡ് പുതുക്കി ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചത് 2016. അതിനുശേഷം ഓരോ 5 വർഷം കൂടുമ്പോഴും ഈ മിനിമം വേതനം പുതുക്കേണ്ടതാണ്. പക്ഷേ ആ പുതുക്കുന്നതിന് പകരം നേരത്തെ ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ചെയ്ത പണിയെന്ന് പറയുന്നത് കുറേ ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി കൊടുത്ത നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇത് നിങ്ങൾ ഈ മിനിമം വേജസിൽ നിന്ന് പുറത്താക്കും. ഇവർക്ക് ഇത്രയൊന്നും കൊടുക്കണ്ട, ഇവർക്ക് ഇത്രയും ശമ്പളമൊന്നും കൊടുക്കണ്ട, ഇതിനേക്കാൾ കുറഞ്ഞ കൂലിക്ക് ആളിനെ കിട്ടാനായിട്ടുണ്ട്, ഇതൊക്കെ കുറച്ച് സമയത്തേക്ക് വന്ന് ചെയ്തു പോകുന്ന ഒരു ജോലിയാണ് എന്നൊക്കെ പറഞ്ഞുള്ള ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഈ മിനിമം വേജസിൻ്റെ പരിധിയിൽ നിന്ന് പുറത്താക്കി. ആ പുറത്താക്കിയതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്തത്. ഇതൊരിക്കലും ശരിയല്ല. ഇത് മിനിമം വേജസ് ബോർഡിനകത്ത് വന്നപ്പോൾ ബോർഡ് ഒന്നടങ്കം
ഗവൺമെൻറ്റിനോട് പറഞ്ഞു ഒരു കാരണവശാലും ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് വലിയ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടായതാണ് ബോർഡിനകത്ത്, ഉദ്യോഗസ്ഥന്മാരുമായിട്ട് തർക്കങ്ങളൊക്കെ ഉണ്ടായതാണ്. ഏതായാലും അത് അവസാനമായിട്ട് ഇപ്പോൾ അത് പുനഃപരിശോധിച്ചുകൊണ്ട് നടപടികൾ സ്വീകരിക്കാമെന്ന് ഗവൺമെൻറ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് INTUC-യുടെ വിജയം മാത്രമാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ വേറെ ഒരു സംഘടനയും അതിനുവേണ്ടി പങ്കെടുത്തില്ല. ഉണ്ടായിരുന്നോ അഭിസത്തെ? വേറെ ആണെന്ന് പറഞ്ഞോ? ഇല്ല. അവിടെ CAT ഉണ്ടായിരുന്നു, AITC ഉണ്ടായിരുന്നു, കുറച്ച് ആളുകളൊക്കെ വന്നിരുന്നു. പക്ഷേ ഇന്നലെ ആ ചർച്ച ഭംഗിയായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിച്ചു. നമുക്കിവിടെ വേണ്ടുന്നത് നേരത്തെ പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ച പോലെ എല്ലാ സ്കൂളിലുള്ള ജീവനക്കാർക്കും ശമ്പളം കിട്ടും, ആനുകൂല്യങ്ങൾ കിട്ടും. ഈ ആനുകൂല്യങ്ങൾ നിങ്ങൾക്കും കിട്ടണം. ഒരു സ്കൂളിൽ കൂടി വന്നു കഴിഞ്ഞാൽ ഒരാൾ, രണ്ടാൾ, അല്ലെങ്കിൽ മൂന്നാൾ, അല്ലേ? 3 പേര് ഉള്ളത് വളരെ ചുരുക്കമാണ്. അപ്പോൾ ഒരാളല്ലെങ്കിൽ 2 ആളാണ് സ്കൂളിലുള്ളത്. ഈ 2 പേരടങ്ങുന്നത് നിങ്ങൾക്ക് കൂടി ഒരാൾ ഈ ഒരാളിന് അല്ല ഒരാൾ പോട്ടെ അത് 600 രൂപയിൽ നിന്ന് അവർ നിങ്ങൾ കൊടുത്തോണം. അപ്പം നല്ല ന്യായമാണ്. അപ്പോൾ ആ കിട്ടുന്ന 600 രൂപയിൽ നിന്ന് നിങ്ങൾ വേറെ ആളിനെ വെച്ചിട്ട് അതിൻ്റെ കൂലി നിങ്ങൾ കൊടുക്കണം. വല്ലാത്തൊരു സംവിധാനമാണ് കേട്ടോ. അപ്പോൾ ഇതിനെ വളരെ ശക്തമായിട്ട് നമുക്കിതിനെ ചെറുക്കേണ്ടതുണ്ട്, അവരെ എതിർക്കേണ്ടതുണ്ട്. ഒരു സ്കൂളിൽ ബാക്കിയുള്ള 100 കണക്കിന് വരുന്ന അധ്യാപകർക്കും അനധ്യാപകർക്കും ക്ലാർക്കുമാർക്കും പിയൂണിനും മണിയടിക്കുന്നവർക്കും മണിയടിക്കാത്തവനും ഒരു ജോലി ഇല്ലാത്തവനും വെറുതെ കുത്തിയിരിക്കുന്നവനൊക്കെ ശമ്പളം കൊടുക്കാമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ പറയുന്ന വെയിലും ഈ പറയുന്ന തീയും ഉൾക്കൊണ്ടുകൊണ്ട് ജോലി ചെയ്യുന്ന, വിറക് തള്ളി ജോലി ചെയ്യുന്ന നിങ്ങൾക്ക്, പാത്രം കഴുകുന്ന നിങ്ങൾക്ക്, ചോറ് വിളമ്പി കൊടുക്കുന്ന നിങ്ങൾക്ക്, കറി വിളമ്പി കൊടുക്കുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് നൽകിക്കൂടാന്ന് ചോദിക്കാൻ, ഒരുമിച്ച് നിന്നുകൊണ്ട് ചോദിക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ്. കാര്യം പ്രസിഡന്റ് നേരിട്ട് പറയുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ് വേണ്ടത്? സംഘടിക്കണം. ഒന്നിച്ചു നിന്നുകൊണ്ട് ആ പോരാട്ടത്തിന് നിങ്ങൾ മുന്നോട്ട് വന്നാൽ 2 പേർ ഒരുമിച്ച് എന്ന് പറയുന്നു, ഇത് സാധ്യമാക്കിയെടുക്കുവാൻ നമുക്ക് കഴിയും. അതിന് നമ്മുടെ സംഘടന ശക്തമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധമായ മനസ്സു നിറഞ്ഞ സന്തോഷവും ആത്മാർത്ഥമായി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.